ഓ മൈ ഗോഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാര്യയുടെ ആഭരണങ്ങൾ വിറ്റ് ഭർത്താവ് വാങ്ങിയ 5 സെന്റ് വസ്തുവാണിത്. റബ്ബർ തോട്ടത്തിന് സമീപം വരുന്ന വസ്തുവിൽ ഞങ്ങൾ ഒരു കുടിൽ വെച്ച് കെട്ടുകയാണ്. ആ വസ്തുവിൽ പാചകവും താമസവും നടത്തുന്ന നാടോടി സംഘത്തിന് മുന്നിൽ ഭാര്യയെ വരുത്തുകയാണ് പ്രാങ്ക് പ്ലാൻ ചെയ്യുന്ന ഭർത്താവ്. ഇനി കാണാൻ പോകുന്ന പൂരം എന്താണെന്ന് നോക്കാം. വേവായില്ല, വേവട്ടെ, വെന്ത് വന്നിട്ടും ഇതാക്കാം. എന്തേലും നോക്കാം, കുറച്ചുകൂടെ കഴിയിട്ട് തരാം എടുത്ത്. ആര് നിങ്ങള്? എന്റെ മോളെ ഭർത്താവ്. നിങ്ങൾ ആരാന്ന് ഇവിടെ വന്ന് താമസിക്കുന്നത്? നിങ്ങൾ ആരാന്നാ ചോദിച്ചേ? നമ്മുടെ മുതലാളി പറഞ്ഞു ഇവിടെ വന്ന് താമസിച്ച ചേട്ടൻ നമുക്ക് മുതലാളി സുഗത മുതലാളി എന്തോ ഞങ്ങളുടെ വസ്തുവാ. ആരാ വസ്തു? ആര് പറഞ്ഞു? ഈ വസ്തു ഞങ്ങളുടെയാ. അപ്പൊ ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ റബ്ബർ മുറിച്ചാണ് ചോദിച്ചിട്ടാ നിങ്ങൾ റബ്ബറൊക്കെ മുറിച്ചേ? അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മള് സുഗതം ഇതൊന്നും ഇതിലൊന്നും എടുക്കല്ലേ. എന്താ ചേച്ചി ഇതെന്തേ ചേച്ചി? ഇപ്പൊ പോലീസിനെ വന്ന് വിളിക്കാം. എന്താന്ന് വിളിക്കുന്നത്? അതുകൊള്ളാം. ഈ സ്ഥലത്തിന്റെ ഓണർ നമുക്കിതൊന്നും ഇല്ല, ഇങ്ങനെ വിളിക്കാനൊന്നും ഇല്ല. പിന്നെ എങ്ങനെ ഇവിടെ കയറി താമസിക്കുന്നത്? നമ്മളടുത്ത് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. എന്തായാലും സുന്ദര മുതലാളിയാ താമസിക്കുന്നേ. സുഗത മുതലാളി പറഞ്ഞ് എനിക്കറിയത്തില്ല അയാളുടെ നമ്പർ. ഇങ്ങതാ നമ്പർ 23 37 40 അങ്ങനെ 23 തുടങ്ങണം. 33 നമുക്ക് കിടക്കാനൊന്നും സ്ഥലമില്ല. നമ്മൾ ഇവിടെ കിടന്നോട്ട് ചോദിച്ചിട്ട് നിങ്ങൾ ഇവിടെ കയറി കിടന്നേന്ന്. ഈ പാവപ്പെട്ട വയ്യാത്ത അച്ഛനെയും കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും? ചുമയുള്ള അച്ഛനാണ് ഇത്ര സംസാരിക്കുന്നേ. അപ്പൊ എനിക്ക് സംസാരിച്ചൂടെ? ഞാൻ സംസാരിക്കാതെ ചുമയുള്ള അച്ഛനാ വയ്യാത്ത അച്ഛനാന്ന് പറഞ്ഞിട്ട് നല്ലോണം നല്ല രീതിയിലാണല്ലോ നിക്കുന്നേ. പിന്നെ ഞാൻ ഇങ്ങനെ കുഴഞ്ഞു വീണ്ടും പനിക്കട്ടാ. ഞാൻ വയ്യാത്ത അച്ഛനാന്ന് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. അപ്പൊ എനിക്ക് ഈ നാട്ടിൽ എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എങ്ങനെ വസ്തുവിനകത്ത് എന്തിനാ നിങ്ങളെ വസ്തു തെളിവല്ലാണ്ട് സുഗതമാരാണെങ്കിൽ വീട്ടിൽ പോയി ചേച്ചിക്ക് ഇപ്പൊ എന്താണ്? ചേച്ചിക്ക് ഇപ്പൊ എന്ത് ചേച്ചി? നമ്മൾ ഒത്തിരി നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഈ മരമൊക്കെ മുറിച്ചത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വക്കത്തായിരുന്നു ആറ്റിങ്ങനെ വക്കം. അതെ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ വസ്തുവിനകത്ത് അല്ല അവിടെ വിളിച്ചു ചേച്ചി നമ്മള് പഞ്ചായത്തിൽ പോയി സംസാരിച്ചിട്ട് തന്നെ ചേച്ചി ഇവിടെ കിടക്കുന്നത്. കിടന്നോളാൻ പറഞ്ഞു. ഏത് പഞ്ചായത്തില്? പഞ്ചായത്തിലാ സുഗതൻ ഞങ്ങളുടെ പഞ്ചായത്ത്. ഏത് പഞ്ചായത്താണ്? നമ്മളല്ല, സുഗതൻ സാറാ പറഞ്ഞത്. സുഗതൻ സാറിനെ ഒന്ന് വിളിക്കാം. എന്തേ ചേച്ചി ചേച്ചി പറയുന്നത്? സാറിനെ പോയി ഒന്ന് വിളിക്കാം. കല്ലടയുള്ളവനാണ് ഇവിടെ വസ്തു ഉള്ളത്. അയാൾ മരിച്ചുപോയോ? അല്ല ചേച്ചി ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ കാടും പിടിച്ച് കിടന്നാണ് നമ്മള് ചെത്തിയൊക്കെ ഇതാക്കി ഇങ്ങനെ. എങ്ങനെ കിടന്നോട്ടെ? എന്റെ വസ്തു അത് എങ്ങനെ വേണമെങ്കിലും കിടക്കും. നിങ്ങൾക്ക് എന്തുവാ? നിങ്ങൾക്ക് എന്തുവാന്ന്? നമ്മളല്ല, നമ്മള് 3 എണ്ണം എവിടെ പോയി കിടക്കും ചേച്ചി? റബ്ബർ മുറിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞു? നമ്മളിവിടെ ഇങ്ങോട്ട് വെട്ടി അച്ഛന് വയ്യാത്തോണ്ട് അയാളെ ഒന്ന് വിളിക്കാൻ. ഞാൻ പോലീസിനെ വിളിക്കാം. എന്നെ കൊണ്ട് ഒക്കത്തില്ല. കഷ്ടപ്പെട്ട് ഇവിടെ വസ്തു മേടിച്ചിട്ടേക്ക്. ആര് കഷ്ടപ്പെട്ട്? ആര് കഷ്ടപ്പെട്ട്? ഞാൻ കഷ്ടപ്പെട്ട്. ഞാൻ എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടു. നമുക്ക് റബ്ബർ ഒരു കഷ്ടപ്പാടില്ല. 2 വെട്ടോട്ടാ അച്ഛൻ വിളിക്കുന്ന ഒരു വയസ്സാക്കിയതല്ല, ഞങ്ങൾ ഉണ്ടാക്കിയത്. 2 മരമല്ലേ പോയത്. പോണത് പോട്ടെന്ന് വായിക്കണം. നിന്റെ അല്ലല്ലോ. എന്റെ വസ്തുവിനകത്ത് കയറി ഇരുന്നിട്ട് പിന്നെ എങ്ങനെ വിളിക്കണം? കയറി ഇരുന്നില്ല. വിളിച്ചില്ലല്ലോ. എന്താ മര്യാദ കേടോ? മാമാന്ന് വിളിക്കല്ലോ. മുതലാളിയെ വിളിച്ച് പറയണേ. എന്നെ എങ്ങനെയൊക്കെ അസഭ്യം വിളിച്ച് പറഞ്ഞു യാതൊരു കൊച്ചെന്ന്. എങ്ങനെ വിളിക്കും? അണ്ണാ നമുക്ക് ഇതൊന്നും എടുക്കല്ലേ ചേച്ചി, ഇതൊന്നും എടുക്കല്ലേ ചേച്ചി. ചേച്ചി ഇതൊന്നും എടുക്കല്ലേ, നമ്മളിതൊന്നും എടുക്കല്ലേ. ഇങ്ങനെ ഞാൻ എടുക്കും. ചേച്ചി എന്തിനാ ഇങ്ങനെ എടുക്കുന്ന? ഞാൻ പോലീസിനെ വിളിക്കണ്ടേ? ചേച്ചി ഇതെന്തേ ചേച്ചി? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഇവിടെ? ഞങ്ങള് ഞാൻ പറഞ്ഞുതരാം. വക്കത്തായിരുന്നു ഞങ്ങള് താമസിച്ചത്. അവിടെ ഇപ്പൊ സ്ഥലത്തിന് വീതി കൂട്ടിയല്ലോ. റോഡിന് കൊച്ചറിയണം. ഞങ്ങൾ ആ വീതി കൂട്ടിയപ്പോ ഞങ്ങളുടെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, നമ്മളെ വക്കത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോ, അങ്ങനെയല്ല ഇവിടെ താമസിക്കാനല്ല.
എനിക്ക് ഇതിനെ താമസിക്കാനൊന്നും ഇല്ല. എനിക്ക് ഇവിടെ വന്നപ്പോ ഇവിടെ ആരും ഇല്ല. ഇവിടെ കാടും കയറി ചേച്ചി കിടന്നത് ഇത്രയും വൃത്തിയാക്കി നിങ്ങളോട് പറഞ്ഞു ഞാൻ വൃത്തിയാക്കാൻ. മുതലാളി പറഞ്ഞു ഏതാ മുതലാളി? നീ അങ്ങ് വായ അടയ്ക്കാവോ? മുതലാളി. എന്റെ ഭർത്താവിനോട് ഇങ്ങനെ സംസാരിക്കല്ലേ ചേച്ചി? അപ്പൊ ഇനി എങ്ങനെ സംസാരിക്കണം? വല്ലവരും ഇതിനകത്ത് കയറി ഇരുന്നിട്ട് മുതലാളി പറഞ്ഞത്. ഏത് മുതലാളി? കള്ളത്തരം പറഞ്ഞോണ്ട് നിങ്ങൾ ആധാരം കൊണ്ടുപോവാ. ഇത് നിങ്ങളുടെ സ്ഥലമാണെന്നുള്ളതിന് തെളിവ് കാണിച്ച. ഇപ്പൊ എന്റെ ഭർത്താവ് വരും. ഭർത്താവ് ഉണ്ടാ ഭർത്താവ് ഉണ്ടാ ഭർത്താവിനെ ഞാൻ വിളിക്കുന്നു. ആധാരം എടുത്തോണ്ട് അണ്ണാ നമുക്ക് നാളെ ഇവിടെ ഇത് റബ്ബർ വെട്ടി നീ കേട്ടാ നീ കൊച്ചിന് ഇവിടെ തൊട്ടിലായിട്ടടി അങ്ങോട്ട് നീ ഇവിടെ കൊച്ചിനെ അടുത്ത് കുളിപ്പിച്ചോണ്ട് മതി. മോളെ ഇത് ഭേദമായെന്ന് നോക്കൂ. നിനക്ക് എന്തുവാ? എന്റെ വസ്തുവിനകത്ത് കയറി താമസിച്ച് ഇനി വേഗമായോ? ഓ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെക്കുകയല്ല, ബലോമാരും വന്ന് കയറി ഇരിക്കും. നമ്മുടെ സ്ഥലത്തിന്റെ ഇതാണ്. നിങ്ങളുടെ സ്ഥലമാണോ? ഓ മുതലാളി നിങ്ങളുടെ സ്ഥലമാണോ? നിങ്ങൾ മുതലാളിയുടെ സ്ഥലമാണോള്ള ആ ഇത് എടുത്തോണ്ടോ? നിങ്ങൾ മുതലാളി പറഞ്ഞു 1 വർഷം ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിച്ചു എത്ര വർഷം? 1 വർഷം താമസിച്ചു പതിച്ചു തരും. ആ മുതലാളിയോട് ആ പ്രമാണം എടുത്തോണ്ട് ഒന്ന് കാണിക്കാൻ പറ. നിങ്ങളെ പ്രമാണം എനിക്ക് കാണീര്. നിങ്ങളാണെങ്കിൽ നമ്മളത് കാണിക്കില്ല. നിങ്ങളത് കാണീര്. എന്റെ ഭർത്താവ് ഇപ്പൊ വരട്ടെ. 42 റബ്ബർ ഉണ്ട്, അത് വെട്ടി പാലെടുത്തോളാൻ പറഞ്ഞു. ഏത്? ഇവിടെ ഇത് ആര് പറഞ്ഞു? മുതലാളി പറഞ്ഞു. 42 ഞാൻ എണ്ണി. നമ്മള് മുറിച്ചത് 2 എണ്ണം പോയിട്ട് 42 എണ്ണം ഉണ്ട്. 42 ഉണ്ട്. അത് നിങ്ങളെയാന്ന് പറഞ്ഞു. അല്ല മുറിച്ചെടുത്തോളാൻ പറഞ്ഞു. ഇത് മൊത്തം ഇല്ല അണ്ണാ? ഇല്ല മൊത്തമില്ല, അതൊരു നിങ്ങളിപ്പോ പോലീസ്. മോളെ ഇത് വേവായെന്ന് നോക്കൂ. ഞാൻ കയ്യിൽ തുള്ളിയിരിക്കാം. വേണ്ട പൊക്കോട്ടെ. ഞാൻ മരിച്ചിന് അത്രേ ഉള്ളൂ. ചേച്ചി ഇവിടെയൊന്നും അല്ലല്ലോ താമസിക്കുന്നത്. പിന്നെ ചേച്ചിക്ക് എന്ത് നമ്മൾ ഇവിടെ കിടക്കുന്നതിന്? എന്റെ വസ്തു ഞാൻ എന്റെ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടതാ, അല്ലാതെ നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയല്ല. എത്ര വയസ്സുണ്ട് പിള്ളേർക്ക്? എത്ര വയസ്സുണ്ട്? പിള്ളേർ കുഞ്ഞു പിള്ളേർ, അത് നിനക്ക് അറിയേണ്ട ആവശ്യമില്ല. അല്ല കുഞ്ഞു പിള്ളേരാണെങ്കിൽ അവര് വലുതാകുമ്പോഴത്തേക്ക് വേറെ സ്ഥലം വാങ്ങിച്ചു കൊടുക്കാമല്ലോ. വേറെ സ്ഥലം വാങ്ങിച്ചു കൊടുക്കുന്നില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. ഇനി വാങ്ങിക്കാൻ ഞങ്ങളുടെ പൈസ ഇല്ല. ഞങ്ങളും കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. സ്ഥലമാണ് ചേച്ചി. ഇത് ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് ഇത്ര 2.5 ദിവസം ഞാൻ വയ്യാത്ത ചുമച്ച ഒരു എന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന തന്നെ ഇത്. നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം വേണ്ട. വെക്കാൻ വേണ്ടി തന്നെ ഇത് കഞ്ഞി വെച്ചില്ല, മരിച്ചിട്ടാ നോക്ക്. കഞ്ഞി വേണോന്ന് പറഞ്ഞ് കഞ്ഞി വാങ്ങിച്ചു കൊടുത്തു. വേവായ നോക്ക്. വേവായ എനിക്ക് നോക്കണ്ട. ഇത് പശുവിന് കാടി കൊടുക്കണതാണ്. എന്തോ ചേച്ചി പ്രശ്നം എന്തോന്നു? ഞങ്ങളുടെ വസ്തുവിനകത്ത് കയറി ഇത് ഷെഡിട്ട് വെച്ചേക്കും. പോലീസിനെ ഇവിടെ കിടക്കുന്നതിന് ചേച്ചിക്ക് എന്ത് ചേച്ചി? ഫോണൊന്നും വിളിക്കല്ലേ ആരെയും. ചേച്ചി ഇത് ഒരു കാര്യം പറയട്ടാ. ഈ വസ്തുവിനകത്ത് ഷെഡിട്ട് വെച്ചേക്കുന്ന അവരുടെ മുതലാളി പറഞ്ഞിട്ടാണ്. ചേച്ചി ഇങ്ങോട്ട് നിന്നാണ്. ഇങ്ങോട്ട് സ്വന്തം മുതലാളി ഏതാണ്ട് ഒരു മുതലാളി പറഞ്ഞിട്ടാണ്. വണ്ണമുള്ള എങ്ങാണ്ടുള്ളവനാണ് സുഗതൻ കെ. ഇവരെങ്ങാണ്ട് താമസിച്ചതാണോ? ആ റോഡരമ്പിലായിരുന്നു. അവിടുത്തെ പഞ്ചായത്തിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ചോളാൻ പറഞ്ഞു. നമ്മള് വക്കത്ത് ചേച്ചി, നമ്മള് വക്കത്തായിരുന്നു. വക്കത്ത് എനിക്കറിയത്തില്ല. വക്കത്ത് നീ ഇങ്ങോട്ട് വരാവോ? നമ്മൾ പ്രമാണം കാണിക്കണം. ഇവരെ എന്താ ബോധിപ്പിക്കേണ്ട കാര്യം എന്തുവാ? ഒരു വർഷം താമസിച്ചിട്ട് മാറിക്കോളാം. ആ താമസിച്ചിട്ട് മാറും നിങ്ങൾ. 10 മാസം ഞാൻ സംസാരിക്കാം. മോനെ വരുന്നുണ്ടോ? നമ്മൾ 1 വർഷം താമസിച്ചിട്ട് മാറാൻ പറ. 10 മാസം നമുക്ക് താമസിച്ചിട്ട് അങ്ങ് മാറാം. 2 മിനിറ്റ് ഇവിടെ താമസിക്കാൻ പറ്റും. ശരി, ഈ മാസം 20 രൂപ വെച്ച് ഞാനും എന്റെ മരുമോനും കഷ്ടപ്പെടുന്ന പൈസ 20 രൂപ വെച്ച് 20 രൂപ നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്നതിന് 20 രൂപയോ? അല്ല മുതലാളി പറഞ്ഞു കിടന്നോളാം. എനിക്ക് 1 രൂപ പോലും നിങ്ങളെ വേണ്ട. കണ്ട 1 രൂപ പോലും വേണ്ട. അതാണ് അതൊക്കെ പിടിച്ചിങ്ങോട്ട് വാങ്ങിച്ചാണ് ഇങ്ങോട്ട് നിന്റെ വീട്ടിൽ കിടക്കുന്നത്. ഞാൻ കൈ തൊടണ്ടെന്ന് വിചാരിച്ചിരിക്കുവാ. വേണ്ട, മര്യാദക്കിരുന്നോ. ചൂണ്ടല്ലേ ചേച്ചി? ചൂണ്ടണ്ട. നിങ്ങൾ കാണിക്കുന്നൊക്കെ നല്ലതാ. നല്ലതാ. വേണ്ട, പോലീസ് നല്ല കാര്യമാണ് പറയുന്നത്. നമ്മള് കാണിക്കുന്നത് നല്ലതാണ്. നമ്പർ ഒന്നും കിട്ടുന്നു. 10 പൈസ വാടക ചേച്ചി ആരും വിളിക്കല്ലേ ചേച്ചി? പറയുന്ന കേക്ക് ചേച്ചി. വളമി തരാം. ഹലോ, വേണ്ട, വേണ്ട. ഒന്ന് എളുപ്പം വരുവോ? വേറൊരു കൊച്ചിന്റെ ഒരു കാര്യം പറയട്ടെ ചേച്ചി. വേറൊരു വീട്ടിൽ നിന്ന് പോയി കാലോ ഫോൺ വിളിച്ചോ? ഇത് വേവായെന്ന് നോക്ക്. എനിക്ക് വരുന്ന അടിക്ക് നിങ്ങൾ പോകുന്നുണ്ടോ അങ്ങോട്ട്? മണഗുണാപ്പ നിന്റെ ഭാര്യയെ പറഞ്ഞു, നിന്റെ അമ്മാവനെ പറഞ്ഞു,
ഒരക്ഷരം ഞാൻ എന്തെന്നെങ്കിലും എങ്ങനെ പറയാം പെണ്ണുങ്ങളല്ലേ അവര് സംസാരിക്കട്ടെ ഞാൻ വല്ല അപ്പൊ പറഞ്ഞ മാറിയില്ലേ നിങ്ങൾ തമ്മിൽ സംസാരിച്ചു ചേച്ചി നമ്മള് കുറച്ച് ദിവസം ഇവിടെ കുറേ നേരം കൊണ്ട് കോച്ചിന്ന് പറഞ്ഞോണ്ടിരിക്കും അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ ഞങ്ങൾ എന്തോ വസ്തുവിൽ കയറി ഇരുന്നാലും ഞങ്ങൾ എന്താ പൂജിക്കണോ തൊഴണോ? നിങ്ങളെ വസ്തു ആണെന്ന് എന്തേലും തെളിവ് തെളിവ് അത് നിന്നെ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. നമ്മളിവിടെ ഇനി ഇവിടുന്ന് പോണില്ല. നമ്മൾ ഇനി ഇവിടുന്ന് പോണില്ല. പോവില്ല. പോലീസ് വരട്ടെ വരട്ടെ. അപ്പൊ നോക്കാം. നിന്റെ അച്ഛനെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നീ സമ്മതിക്കരുത്. പോവൂല ഇവിടുന്ന്. നമ്മളെ കല അവിടെ വെക്കാം. നമ്മളെ കല കൈയാണ്. നിങ്ങളുടെ കലം വിട്. മാറിക്കാതെ. എന്റെ വസ്തുവിനകത്ത് കയറി ചേച്ചി അതൊന്നും എറിയല്ലേ ചേച്ചി. പിന്നെ അറിയാതെ പൂജിക്കണം. എന്റെ വസ്തുവാണ്. ചേച്ചി അയ്യോ, മാറ്റി. ചൂട് അതിനെ മൂടിക്കളഞ്ഞാൽ കേട്ടോ. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിക്കോ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തുവാ. എന്ത് വിഷയം എന്തോ നമ്മളെ മുതലാളി പറഞ്ഞ് ഏത് മുതലാളി പറഞ്ഞു? ഞങ്ങളെ സുഗത മുതലാളി ഏത് സുഗുണ മുതലാളി? ഏത് സുഗുണ മുതലാളി? സുഖനല്ല സുഖത്തൊക്കെ ഏത് സുഗതം കെ? എവിടുത്തെ സുഗതം കെ? കല്ലട കല്ലട ഉള്ള ഏത് കല്ലടാ? കല്ലട ഉള്ള കല്ലട ഏത് കല്ലടാ? അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വാങ്ങിച്ച വസ്തു അറിയോ? ആരെ അറിയോ? ഞങ്ങൾ വാങ്ങിച്ച വസ്തു ഇത്. ഞങ്ങൾ വാങ്ങിച്ചത് അറിയോ? 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 പോലീസിനെ വിളിക്കാൻ എന്ത് പറ? കാര്യം പറ. കാര്യം പറ. എന്തോ? നിങ്ങൾ എന്ത് നിങ്ങൾ ഇവിടെ ഒരു കൃഷി ഇല്ലല്ലേ. അപ്പുറത്ത് പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ പുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അറിയോ? മോള് വന്ന് ഭയങ്കരമായിട്ട് ഇത് പറഞ്ഞപ്പം പറഞ്ഞ് നിങ്ങൾ 10 പൈസ തരണ്ട. ഞാൻ പറഞ്ഞു വാടക കൊടുക്കാൻ വേണ്ട 10 നമ്മൾ പൈസ 20 തരണ്ട. രൂപ കൊടുക്കാന്ന് അത് പറഞ്ഞു. വേണ്ട വേണ്ടെന്നോ? നിങ്ങൾ താമസിച്ചോളാൻ പറഞ്ഞു. അതല്ല നമുക്കെന്തിനാ വാടക? ഞങ്ങൾക്ക് വാടകയുടെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ വാങ്ങിച്ച വസ്തു ഇത്. ഇതാരാ കാറൊക്കെ അടിച്ചാരാ? അടച്ചാലും മരം മുറിച്ചിട്ടേക്കോ അവിടെ. രണ്ട് മരം ആരോട് ഇതൊരു മരം മുറിച്ചേ? ഏത് സുഖം മുതലേ ഇതാ? നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? നമുക്ക് സൂത മുതലാളിയുടെ കാര്യം മോളെ പറഞ്ഞോളൂ. സുഖം ഏതാടി സൂണ? അതൊക്കെ എന്ത് സൂണിനേതാ? ഏത് സൂണിനേതാ? എനിക്കറി എന്നോടാണോ ചോദിക്കുന്നേ? നിങ്ങളിപ്പോ ഇറക്കി വിട്ടില്ലെങ്കിൽ ഇവര് ഇവിടെ നിന്ന് പോകൂല. പിന്നെ ചേച്ചി ഏതാ? ഞാൻ തൊട്ടപ്പുറത്താണ് എന്റെ കാലം. ദുഷ്ടാണ് ദുഷ്ട. എവളെ വീട്ടില് ഞങ്ങൾ ഇതുപോലെ പറമ്പില് ഇത്തിരി വീട് വെച്ച് പകുതി കെട്ടിയപ്പം എവളെ മാപ്പിളയും കൂടെ നിന്നെ മറക്കൂല ഞാൻ. ഞങ്ങളുടെ നാട്ടിൽ കയറി ഞങ്ങൾ അടിക്കുന്നു. വയസ്സായ ആളിന്റെ അടി കൊണ്ടെന്നുള്ള അത് മാനക്കേടാണ്. അത് മാനക്കേട് കുഴപ്പമില്ലത്. ആറ്റിങ്ങല് വക്കം കരുനാഗപ്പള്ളി ഞങ്ങൾ അടിക്കാൻ വരുന്നോ? എന്താ ഞാൻ ഞങ്ങള് പല പറമ്പിൽ നമ്മള് കാണിച്ചെങ്കിൽ നിങ്ങൾ ആരോട് ചോദിച്ചാൽ നിങ്ങൾ ഇതിനകത്ത് കയറിയത്? നമ്മള് രാത്രിയല്ലല്ലോ കാണിച്ച, പകലല്ലേ ഇവിടെ ഉള്ളത്. ഏത് നേരത്തായാലും എന്നാ ഇതാണ് ഞങ്ങളുടെ വസ്തു. ഇത് ആരോട് ചോദിച്ചാൽ ചുമ്മാ അരിയട്ടെ. എന്ത് ചുമ്മായിരിക്കാനാ? ചേച്ചി പറയുന്നത് ഉണ്ടാക്കിയതാ ഇത്. ചേർത്ത് നമുക്ക് ഞങ്ങളും അങ്ങനെ ഈ ചാർത്ത മരം നമുക്കൊക്കെ ചേർത്ത് ഇച്ചിരി ചേർത്താൽ ഞങ്ങള് ഇങ്ങനെയല്ല, ഞങ്ങള് ലക്ഷങ്ങൾ കൊടുത്ത് മേടിച്ചതാ. ഞങ്ങൾക്ക് വലിയ പൈസ ഒന്നും കൊടുത്തില്ല. ഓരോരുത്തരെടുത്താൽ എരന്ന് ചോദിച്ച് ഓരോന്ന് തന്ന് ഞങ്ങൾ എറിഞ്ഞ് ചോദിച്ചാല് മോഷ്ടിച്ചോണ്ട് വന്നോന്ന് ആർക്കറിയാം? ഞങ്ങളുടെ ഈ വസ്തു ഉണ്ടല്ലോ. നമ്മളെ വീട്ടിൽ വന്ന അതിഥിയാണ്. അവർക്ക് ആഹാരങ്ങൾ ഒരു ലക്ഷം കഴിയായി. തല്ലിപ്പൊളിടി. എനിക്കത് തൊടാൻ പറ്റില്ല. ഞാൻ തൊട്ട് കഴിഞ്ഞാൽ വേറെ കേസാവും. ചുമ്മാ ദിവ്യ നീ ചെയ്ത് ദിവ്യ പോലീസിനെ വിളിക്ക്. ഇനി അല്ലെങ്കിൽ നമ്മള് നീ വീഡിയോ എടുത്താ ഇവരെ വീഡിയോ എടുത്തേ. വീഡിയോ എടുത്തേ. വീഡിയോ എടു. ഇതിപ്പോ സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയമൊന്നുമല്ലല്ലോ. ലൈവ് ഇട്ടായി. ഒറ്റ കാര്യം മൊത്തം തല്ലി പൊട്ടിക്കുവോ? എവിടെയും പോയി താമസിക്കും. പെണ്ണുങ്ങളെ നിങ്ങൾക്ക് തൊടാൻ ധൈര്യം ഉണ്ടോ? ചേടി പെണ്ണുങ്ങളെ തൊട്ടാ ചേടി പെണ്ണുങ്ങളെ തൊട്ടില്ല. പെണ്ണുങ്ങളെ തൊട്ടില്ല. അടിച്ചേക്കല്ലേ എന്റെ അടിച്ചോ അത് കൊള്ളാലോ. എന്റെ വീട് എന്റെ അച്ഛൻ പാലോടെ ചമച്ചുണ്ടാക്കിയാണ്. നിങ്ങളുടെ വീട് എന്റെ വസ്തുവാണ് ഇത്. എന്റെ വസ്തു അയ്യോ എന്താണ് നാളെ എന്റെ വീട് എന്റെ അച്ഛൻ്റെ പാവപ്പെട്ട എന്തായാലും വേണ്ടില്ല. എന്തായാലും വേണ്ടില്ല.
വീടേടാ, വീട് നിങ്ങള് എന്ത് ചെയ്യും? കുറേ നേരം ഉണ്ട്. വലിച്ചു പറി, മൊത്തം വലിച്ചു പറി. മൊത്തം വലിച്ചു പറി, മൊത്തം വലിച്ചു പറി. മൊത്തം വലിച്ചു പറിച്ചേ, മൊത്തം വലിച്ചു പറി. അയ്യോ പോങ്ങോട്ട്. മൊത്തം വലിച്ചു പറി, മൊത്തം വലിച്ചു പറി. നിങ്ങൾ ജീവിക്കാൻ വേണ്ടി. കൊച്ചാ, ഇത് എന്തേര്? എന്റെ അച്ഛന്റെ താമസ അച്ഛന്റെ കാപ്പ. അയ്യോ അയ്യോ വെള്ളം വെള്ളം കട്ടടക്കരുത് കട്ടടല്ലേ അച്ഛോ കത്തിക്ക്, കത്തി എല്ലാം എടുത്തിട്ട് കത്തിക്ക്. കത്തിക്കോ ഞങ്ങൾ നെഞ്ചത്ത് ചവിട്ടിട്ടേ കത്തിക്കോ എന്തോന്ന് എന്തോന്ന് നെഞ്ചത്ത് നെഞ്ചത്ത് ഇന്നറിയണോ നിക്ക്. ചിലപ്പോ ഞങ്ങൾ ഇരിക്കുമോ എന്റെ വീട് വീടോ ഞങ്ങളുടെ വസ്തുവിനകത്ത് വീട്, നിങ്ങളുടെ വീടോ വീട് എന്റെ അച്ഛൻ പാട്ടോട്ടുണ്ടാക്കിയ വീട്ടിൽ കയറി അച്ഛനോട് അറിയട്ടെ, നീ എന്റെ അച്ഛൻ പാട് പഠിച്ചോ. എന്താ അച്ഛൻ ഏതച്ഛനെ പാട്? എന്നെ അടിച്ചാക്കല എന്നെ അടിച്ചാക്കല അടിച്ചാക്കല അടിച്ചാ എന്ത്? അടിയാണ്, ആടി. നമ്മളെ വീട് മൊത്തം നശിപ്പിച്ചില്ലേ? നമ്മളെ വീട് മൊത്തം നശിപ്പിച്ചില്ലേ? തൊട്ടാക്കല കേട്ടോ. നമ്മളെ വീട് മൊത്തം നശിപ്പിച്ച എന്താ അങ്ങനെ വീട് ഞങ്ങളുടെ മൊത്തം വസ്തുവിനകത്ത് നശിപ്പിക്കും. നിങ്ങള് ഞങ്ങളുടെ വസ്തുവിനകത്ത് കയറി ഇരുന്നിട്ട് നമ്മളെ വീട് മൊത്തം നിങ്ങൾ എന്നെ നശിപ്പിച്ചത്. എന്തോന്ന് എന്തോ തൊടുന്നേ എന്റെ ഭർത്താവിന്റെ തൊട്ട് പോയേക്കൽ. എടാ നിന്ന എന്തുവാ? ഒന്നുമില്ല ആ പോവില്ല, നമ്മളെ വീട് ഇല്ലാണ്ടാക്കിയത് തന്നെ. ഇത്രയും തുറച്ചു വെച്ചില്ലേ ഇനി നഷ്ടപരിഹാരണ്ടാ എന്തോ നഷ്ടപരിഹാരണ്ടാ എന്റെ മരുമകൻ എന്റെ മരുമകൻ ഞാൻ 50,000 രൂപ 50,000 എന്താ 50,000 നിസ്സാരമായിട്ട് പറഞ്ഞു ഇത്ര കഷ്ടപ്പെട്ട് രണ്ട് ദിവസത്തെ കഷ്ടപ്പെടണം 1.5 ലക്ഷം എന്നല്ല ശരിയോ ഞാൻ പോലീസിനെ വിളിക്കാം. ആരാർക്ക് ഒരു ലക്ഷപരിഹാരം പോലീ- ഇത്രയും നശിപ്പിച്ചിട്ട് പോലീസിനെ വിളി. അതിന് മുമ്പേ യമനെ ഞാൻ കൊല്ലും നീ വാ കൊല്ലാൻ എല്ലാം നശിപ്പിച്ചല്ലേ? ഈ 1.5 ലക്ഷം രൂപ അവർ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായി. നീ എന്റെ വീട് അറിയോ അവര് എത്ര അടിക്കാൻ വരുന്നത് ഞാനെങ്കിൽ ഇരിക്കുന്നേ. എന്തുവാ നമ്മളെ വീട് മൊത്തം നമ്മളെ വീട് ഇത് മൊത്തം വീട്? ഇത്രയും വസ്തു നമുക്കിത് വീടാണ്. ആരുടെ വസ്തുവാ ഇത്? നമുക്കിത് ആരുടെ വീടാണ്. വസ്തുവാണ്? ആക്കിയത് തന്നെ നിങ്ങളെ ഭർത്താവിനെ ഇത് മൊത്തം അടിച്ചിട്ടത്. ഞാനും കൂടി എന്താ ചെയ്യും? എന്താ ചെയ്യും? ഞങ്ങളുടെ വസ്തുവിനകത്ത് വന്നേ ഞങ്ങൾ ഇതും ചെയ്യും, ഇതിനപ്പുറം ചെയ്യും. അവൻ അടി അടി അവൻ അടി അടിക്കോ നീ അടിക്കോ. മരുമാനെ തീർത്താടാ നിന്നെ തീർത്താടാ അവനെ എന്നെ കൊല്ലും എന്റെ വീട് കൈ വെച്ച് കൈ നീട്ട്. തൊട്ട് നോക്കടാ നീ തൊടാ സീറ്ററല്ലേ കൈ തൊടടാ നീ വേണ്ടാന്ന് വിചാരിച്ചിരിക്കും. സംഭവം ഞാൻ പോയിട്ട് വരാം മുതലാളി ഇപ്പം വന്ന നമ്മളെ വീട് എന്താണ് നമ്മളെ വീട് എത്തോടുക്കുന്ന കാണിച്ചു തരാം കാണിച്ചോ? തന്നെ എടുത്തിട്ട് എങ്ങനെ പോകുന്നത് സുഗത മുതലാളി സുഗത മുതലാളി മുതലാളി ഇങ്ങോട്ട് വാ. ഇവിടെ ഉണ്ടോ? സുഗത ഇവിടെ ഉണ്ടോ മുതലാളി സോമലാളി? വരി സുഗത മുതലാളി വരട്ടെ സുഗത മുതലാളി സുഗത മുതലാളി വരി മൂന്നാർ വരുന്നേ വരുതാ ഇതാരാ ഇത് ഇത് എവിടെ വരുന്നത് കൗമുദി ടിവിയിലാ ഇതാ സുഗത മുതലാളി ഇതാ പറഞ്ഞ ഇതാ കൗമുദി ടിവി കൗമുദി TV? മുതലാളി വരും മുതലാളി ഏത് കൗമുദി ടി വി കൗമുദി ടി വി കൗമുദി ടിവിയിലെ സുഗത മുതലാളി എന്ന് പറയുന്നത് ഇവിടെ ഇതൊക്കെ വെച്ച് താമസിച്ചോളാം കുടിൽ വെച്ച് താമസിച്ചോളാം എന്താ ഇപ്പൊ ഊരി എടുക്കുന്നേ? അല്ല ഞാൻ പറഞ്ഞ ഇതൊരു TV പ്രോഗ്രാമാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്ഥലം നമുക്ക് വേണ്ട അറിഞ്ഞൊന്നും വീഴത്തില്ല. ഈ നിങ്ങളെ ഹസ്ബൻഡ് പറഞ്ഞു ഹസ്ബൻഡിന് ഞാൻ കൊടുക്കും. വിട്ടുപോയെന്ന് ഉപദ്രവിക്കല്ലേ. സോറി ഞാൻ വെച്ചിട്ടുണ്ട്. അതെ കഴുത്തൊക്കെ പിടിച്ച് ഓടിച്ചേട്ടാ. കൈയൊക്കെ പിടിച്ചാ അടി കിട്ടാറുണ്ടല്ലേ വീട്ടില്? എവിടെ അത്ര ഒരൊറ്റ കുഞ്ഞു ചേർത്ത് ഇടിയേ ഉള്ളു. താങ്ക് യു. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.